വളരെ നിരാശകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. 2017 മാർച്ച് 20 കാസർഗോഡ് ചൂരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനെ, അദ്ദേഹം മദ്രസയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കൂട്ടം തീവ്രവാദികൾ, RSSന്റെ കൊടിയ തീവ്രവാദികൾ കടന്നു കയറി അദ്ദേഹത്തെ ക്രൂരമായ രീതിയിൽ വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ 7 വർഷവും 7 ദിവസത്തിന് ശേഷം ഈ പിടിക്കപ്പെട്ട മൂന്ന് പ്രതികളെയും ഇന്ന് കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വിഷമമുണ്ട് ഈ ഒരു വാർത്ത കേട്ടാൽ. കാരണം എനിക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകങ്ങൾ നടന്നത്. ഒന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ്, അതോടൊപ്പം തന്നെ SDPIയുടെ നേതാവായിട്ടുള്ള ഷാൻ. അപ്പൊ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയപ്പോഴത്തേക്ക് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പ്രതികളുടെ കുറ്റപത്രങ്ങൾ വേഗത്തിൽ കോടതിയിൽ സമർപ്പിക്കുന്നു. അവർക്ക് വേഗത്തിൽ തന്നെ ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. കാരണം രഞ്ജിത്തിനെ കൊന്നതിൽ 15ഓളം വരുന്ന പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എതിരെ ഭാഗത്ത് നിൽക്കുന്ന ഷാൻ റഹ്മാന്റെ കേസിലെ പ്രതികൾക്ക് ഇതുവരെ കോടതിയിൽ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള നമ്മൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഒരു തീവ്രവാദിയാണോ? ഇദ്ദേഹം ഒരു തീവ്രവാദിയാണോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് വല്ല ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും RSSകാരനെ അല്ലെങ്കിൽ BJPക്കാരനെയോ കൊലപ്പെടുത്തുന്നതിൽ വല്ല പ്രതിയായിരുന്നോ? അല്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയായിരുന്നോ? ഒന്നും അറിയാത്ത ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ മദ്രസയിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊന്ന ഈ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത ഞെട്ടലോടുകയല്ലാതെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കും? കാരണം നമ്മളെല്ലാം സാധാരണക്കാരാണ്, നമ്മളെല്ലാവരും അഭയം പ്രാപിക്കുന്നത് നീതിപീഠത്തിന്റെ മുമ്പിലാണ്. നീതിപീഠത്തിന്റെ മുമ്പിൽ പോലും നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. സംഘപരിവാറിനും ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റുകൾക്കും വിടുപണി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കാൽക്കൽ വീണ് കിടന്ന് നക്കുന്ന ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്നത്തെ ഈ ഒരു വിധിയിലൂടെ ഞാൻ കാണുന്നത്. കോളുകൂട സ്വദേശികളായിട്ടുള്ള അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്ന ഈ കൊടിയ ഭീകരവാദികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടത്. കാരണം ബഹുമാനപ്പെട്ട കോടതിയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കോടതിയെ വിമർശിക്കാനോ നമ്മൾ ആളല്ല. കാരണം നീതി അത് നടപ്പാകുക തന്നെ ചെയ്യും. റിയാസ് മൗലവിയുടെ ഭാര്യയുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അവരുടെ ആ പ്രതികരണം എന്ന് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഭയങ്കര പ്രതീക്ഷ കിട്ടുന്നില്ല. എന്ത് എന്റെ കുട്ടി കണ്ടില്ല. പ്രതീക്ഷ ഉണ്ടായി ഭയങ്കര കേസുമായിട്ട്. വേദനാജനകവുമാണ്. കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, പ്രത്യേകിച്ച് മീഡിയക്കാർക്ക് അറിയാം. പഴുതടച്ച രീതിയിൽ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല. മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ കേസിലെ ഇത്രയും കഴിഞ്ഞ 7 വർഷവും 7 ദിവസമായി പ്രതികൾ ജയിലിൽ കിടക്കുകയാണ്. അത് എല്ലാ രീതിയിലും പഴുതടച്ച അന്വേഷണമാണ്. 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 153A ഉള്ളതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിലും ഈ കേസ് കഴിഞ്ഞ 7 വർഷമായി നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ, പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ, പ്രോസിക്യൂട്ടർമാർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചൊരു കേസായിരുന്നു. കാസർഗോഡിന്റെ ചരിത്രത്തിൽ 2009 ശേഷം
6ഓളം ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലവിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എല്ലാമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി വിശദമായ വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ്. ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവേണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ്. 2009 ശേഷമുള്ള പരിശോധിച്ചാൽ 2017 വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നെങ്കിൽ 2017 ഈ സംഭവത്തിന് ശേഷം 2017 മാർച്ച് മാസം 20-ാം തീയതി രാത്രിയാണ് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ആ പ്രതികൾ 7 വർഷം 7 ദിവസമായി ജയിലിലാണ്. അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല. അതിന് തിരിച്ചടി ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല. അത് വലിയ സൂചനയായിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ആ പ്രോസിക്യൂഷന്റെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ, ടവർ ലൊക്കേഷൻ, ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു, ആരൊക്കെ വിളിച്ചു, അവരുപയോഗിച്ച വാഹനങ്ങൾ, അവർ എവിടെയൊക്കെ സഞ്ചരിച്ചു, ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഗൂഢാലോചന തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല. ഈ ഗൂഢാലോചന ഇല്ല എന്നതുകൊണ്ട് മാത്രം കേസിലെ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല. ഗൂഢാലോചന ഇല്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട്. അവർ 3 പേരും ചേർന്നുണ്ടാക്കിയൊരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ എടുത്ത നിലപാട്. അങ്ങനെ ആയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത്. മറ്റു ഗൂഢാലോചനയൊന്നും അതിൽ അന്നല്ല കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിയാസ് മൗലവിയുടെ ഭാര്യയാണ്. കാരണം അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈ ഒരു വിധിയെ ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഈ പ്രതികൾക്ക് ദൈവത്തിൻ്റെ കോടതിയിൽ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും ലഭിക്കുകയില്ല എന്നുള്ളത് 100% സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഞാനും. കാരണം ഈ സഹോദരിയുടെ കണ്ണുനീരിന് അതിന് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം നീതി നടപ്പാക്കുമ്പോൾ ഒരു വിഭാഗത്തിന് നീതി ലഭിക്കാതിരിക്കുന്നത് അത് രാജ്യത്തെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വെറുതെ വിട്ടിട്ടുള്ള പ്രതികൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാണ്. കാരണം ഇനി നാളെയും ഇതുപോലുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ അവർക്കൊരു പുല്ലും കിട്ടാനില്ല, അല്ലെങ്കിൽ അവർക്കൊരു ശിക്ഷയും നടപ്പാക്കത്തില്ല എന്നുള്ള ഒരു പ്രചോദനമാണ് ഇവിടുത്തെ കോടതികൾ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ ഇവർക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ കണ്ണുനീരിന്, നിന്റെ വിഷമങ്ങൾക്ക് അത് ദൈവത്തിൻ്റെ കോടതിയിൽ ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. 25 വർഷമാണ് ഒരു പാവം സാധുവായിട്ടുള്ളൊരു മനുഷ്യനെ ഈ നിയമവ്യവസ്ഥകൾ ഇട്ടിട്ട് ചൂഷണം ചെയ്തത്. എനിക്കൊന്ന് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു അവസ്ഥ, ഇപ്പോഴും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കാരണം അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ താണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്താണെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള യവനാണെങ്കിലും അവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങിക്കാതെ ഒരാളും പുറത്തു പോകില്ല. കാരണം അത് ദൈവത്തിൻ്റെ ശിക്ഷ അത് നമ്മുടെയൊക്കെ കൺമുന്നിൽ ഈ നടപ്പാക്കിയിരിക്കും. കോടതി നടപ്പാക്കിയില്ലെങ്കിൽ ദൈവം ആ ശിക്ഷകൾ നടപ്പാക്കും. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിങ്ങൾ മസ്റ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വിനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.